ഹായ് ഹലോ ബിഷനി ഹിയർ. നിങ്ങളൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറിലാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, റിലേഷൻഷിപ്പ് ഉണ്ടോ, ആ ബന്ധത്തിൽ പാളിച്ചകളുണ്ടോ, അതിലുള്ള കാരണങ്ങൾ എന്തായിരിക്കും എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളൊരു 6 കാർഡ് എടുത്തിട്ടുണ്ട്. ഏസ് ഓഫ് കപ്പാണ് വരുന്നത്, ദ എംബറർ റിവേഴ്സ് ആണ്, വീൽ ഓഫ് ഫോർച്യൂൺ വരുന്നുണ്ട്, 6 ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്, ഡോട്ടർ ഓഫ് വാൻസ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ചിന്തകൾ ഉണ്ടാകും. എന്താണ് ഈ ഒരു ബന്ധത്തിലെ പ്രസന്റ് എനർജി, എന്താണ് ഈ ബന്ധത്തിലെ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, ഈ ബന്ധത്തിന് ഭാവിയുണ്ടോ, ഈ ബന്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ഈ ഒരു ബന്ധം നിങ്ങൾക്ക് ദോഷകരമാകുമോ, എന്താണ് ഈ ബന്ധത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ, ഇതേതെങ്കിലും തരത്തിലുള്ള കർമ്മബന്ധങ്ങളാണോ എന്നിങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാം. ആ കാർഡ് വഴി നമുക്ക് എന്താണ് അതിന് മറുപടി ലഭിക്കുന്നത് എന്ന് നോക്കാം. പ്രസന്റ് എനർജി പറയുമ്പോൾ ഏസ് ഓഫ് കപ്പും വീൽ ഓഫ് ഫോർച്യൂണും വന്നിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തിന്റെ തുടക്കം വളരെ ശുഭകരമായിരുന്നു എന്നാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്സ് പറയുമ്പോൾ സ്നേഹത്തിന്റെ, വൈകാരികമായിട്ടുള്ള പുതുമയുടെയൊക്കെ ഒരു ഒഴുക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കിടയിൽ ആഴത്തിലുള്ള ഒരു കണക്ഷൻ ഇപ്പോഴും ഉണ്ട് എന്ന് ഇത് കാണിക്കുന്നുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിർണായക ഘട്ടമാണ് എന്നാണ്. കാര്യങ്ങൾ ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. വിധി നിങ്ങളെ ഒന്നിപ്പിച്ചതാണ്, പക്ഷേ ആ ചക്രം ഇപ്പോൾ ഒരു വെല്ലുവിളി നിറഞ്ഞ വശത്തേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് എനർജി. എന്താണ് ഈ ബന്ധത്തിലെ പ്രശ്നങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, എംബറർ, അതേപോലെ തന്നെ 6 ഓഫ് സോഡ്സ് റിവേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അധികാര തർക്കങ്ങൾ. ഈ ഒരു ബന്ധത്തിൽ ഒരു ബാലൻസ് ഇല്ലായ്മയുണ്ട്. ഒരാള് മറ്റൊരാളെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടാകാം. അച്ചടക്കമില്ലായ്മയും പക്വതയില്ലാത്ത പെരുമാറ്റവും ഈ ബന്ധത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാകാം. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ നിന്നും മാറാൻ കഴിയാത്ത ഒരു അവസ്ഥയെ പറയുന്നുണ്ട് 6 ഓഫ് സോഡ്സ്. പഴയ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു. ഈ ബന്ധത്തിൽ ഉണ്ടായ മുറിവുകളിൽ നിന്ന് പുറത്തു കടക്കാനോ പഴയ കാര്യങ്ങൾ മറന്ന് മുന്നോട്ട് നീങ്ങാനോ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കുന്നുണ്ടാകില്ല. മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും എവിടെയോ നിങ്ങൾ തങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയില്ലേ. മുന്നോട്ട് പോകാനും പറ്റില്ല, അതേസമയം അവിടെ നിൽക്കേണ്ടുന്ന ഒരു ആവശ്യകതയും എന്ന് പറയുന്ന പോലെ. പാളിച്ചകൾ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പറയുന്നത് ഡോട്ടർ ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. ആശയവിനിമയത്തിലൊരു പോരായ്മയാണ് പറയുന്നത്. ഈ ബന്ധത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്പാർക്ക്, ആവേശം, അത് നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്. തെറ്റായ സന്ദേശങ്ങൾ കൈമാറുന്നതോ അല്ലെങ്കിൽ പരസ്പരം വിശ്വസിക്കാൻ മടിക്കുന്നതോ ആയ സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ക്രിയേറ്റീവായ ഒരു നീക്കവും ഈ ഒരു ബന്ധത്തെ മെച്ചപ്പെടുത്താൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. നിങ്ങളെ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂ, അങ്ങനെ പലതരം പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകാം. ഇതൊരു കർമ്മബന്ധമാണോ എന്ന് ചോദിച്ചാൽ അതെ എന്നാണ് പറയുന്നത്. വീൽ ഓഫ് ഫോർച്യൂണും 6 ഓഫ് സോഡ്സും ഒരുമിച്ച് വരുമ്പോൾ ഇത് നിങ്ങളെ ചില പാഠങ്ങൾ പഠിപ്പിക്കാൻ വന്നൊരു ബന്ധമാണ് എന്ന് ഉറപ്പിക്കാം. മുമ്പ് തീർപ്പാകാത്ത ചില വൈകാരിക പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവരെ കണ്ടുമുട്ടിയിട്ടുള്ളത്. ഈ ബന്ധത്തിന് ഭാവിയുണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ചോദ്യങ്ങൾക്ക് 4 ഓഫ് കപ്സ് ആണ് വന്നിട്ടുള്ളത്. ഒരു റിവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്, ഒരു പ്രതീക്ഷയുടെ കാർഡാണ് എന്ന് പറയാം. നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ഒരു മടുപ്പിൽ നിന്നും സ്തംഭനാവസ്ഥയിൽ നിന്നൊക്കെ പുറത്തു കടക്കാൻ സമയമായി എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഭാവി എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും മനസ്സ് വെച്ചാൽ ഈ ബന്ധം തിരിച്ചു പിടിക്കാം എന്ന് പറയുന്നുണ്ട്. കാരണം നിലവിൽ നിങ്ങൾ കാണാതെ പോകുന്ന ചില പോസിറ്റീവായിട്ടുള്ള വശങ്ങൾ ഈ ബന്ധത്തിലുണ്ട് എന്ന് പറയുന്നുണ്ട്. എങ്ങനെ മുന്നോട്ട് പോകണം എന്ന് ചോദിച്ചാൽ പഴയ പരാതികൾ മാറ്റിവെച്ച് പുതിയൊരു തുടക്കത്തിന് ശ്രമിക്കാം. നമ്മൾ ഈ ഒളിച്ചോടുന്നത് നിർത്തി പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി പറയുന്നുണ്ട്. ഇതിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അവസ്ഥ, ആഴത്തിലുള്ളൊരു സ്നേഹമുണ്ട്, മാറ്റത്തിനുള്ള ഒരു സാധ്യതയുണ്ട്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരു നിയന്ത്രണ സ്വഭാവം നിങ്ങളുടെ ബന്ധത്തിലുണ്ട്, മാറ്റത്തോടുള്ള ഒരു ഭയം കാണുന്നുണ്ട്. ദോഷകരമാകുമോ എന്ന് ചോദിച്ചാൽ നിലവിലെ രീതിയിൽ നിങ്ങൾ തുടരുകയാണെങ്കിൽ നിങ്ങളത് മാനസികമായിട്ട് തളർത്തും. മാറ്റം എന്താണെങ്കിലും അനിവാര്യമാണ് എന്നാണ് പറയുന്നത്.
ഇതിൽ നിങ്ങൾ എടുക്കേണ്ടുന്ന തീരുമാനങ്ങളും പരിഹാരങ്ങളും എന്ന് പറഞ്ഞാൽ നിയന്ത്രണങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നുണ്ട്. പരസ്പരം സ്പേസ് കൊടുക്കുക. മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുക. ക്ഷമിക്കാൻ പഠിക്കുക. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നത് നിർത്തുക. റിലേഷൻഷിപ്പിൽ 6 ഓഫ് സോർട്സ് റിവേഴ്സ് മാറണമെങ്കിൽ ആ പഴയ ഭാരങ്ങൾ നിങ്ങൾ ഇറക്കി വെച്ചേ മതിയാകും എന്നാണ് പറയുന്നത്. അതിനൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൂടെ നിങ്ങൾ അതിനെ എന്താ പറയുക, അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. നിങ്ങളുടെ എനർജിയെ ചേഞ്ച് ചെയ്യാം. കാരണം ഉള്ളിലുള്ള കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനാണ് പറയുന്നത്. പക്വതയോടെ കാര്യങ്ങളെ സമീപിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം 4 ഓഫ് കപ്സ് റിവേഴ്സർ പറയുന്നത് സന്തോഷം നിങ്ങളുടെ മുന്നിലുണ്ട്, നിരാശയിൽ നിങ്ങൾ മുഖം പൂഴ്ത്തിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല. കണ്ണ് തുറന്നു നോക്കുക എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ എംപററും 6 ഓഫ് സോർട്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തിൽ വൈകാരികമായിട്ടുള്ളൊരു സുരക്ഷിതത്വം അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഒരു ഇമോഷണൽ സേഫ്റ്റി എന്ന് പറയില്ലേ. കാരണം ഒരാൾ എപ്പോഴും ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും മറ്റൊരാളെ നിയന്ത്രിക്കാൻ നോക്കുന്നതും ഈ ബന്ധത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ഒഴുക്കിനെ തടയുന്നുണ്ടാകാം. പിന്നെ ജീവിതം നിങ്ങളെ പുതിയൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾ ആ പഴയ വേദനകളിൽ തന്നെ മുറുകി പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ, മാറ്റത്തെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്തംഭനാവസ്ഥ അവിടെ സംജാതമാകുന്നത്. ഓക്കെ, ഈ ഒരു ബന്ധം ദോഷകരാകുമെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇത് നിങ്ങളുടെ മാനസിക സമാധാനത്തിനെ, മെന്റൽ പീസിനെ വളരെയധികം ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം ഈ ഒരു ബന്ധത്തിൽ കൂടെ ചോർന്നു പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ നിരന്തരം ശ്രമിക്കേണ്ടി വരുന്നത് നിങ്ങളെ കൂടുതൽ തളർത്തുകയേ ഉള്ളൂ എന്നൊരു അഡ്വൈസ് നിങ്ങൾക്ക് തരുന്നു. 4 ഓഫ് കപ്പ് പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ ഉണരാൻ തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം ദോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ഊർജം അത് നിങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ അതിനെ തിരിച്ചറിയുന്നില്ല. പിന്നെ ഇതൊരു മിറർ റിലേഷൻഷിപ്പ് ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യാദൃശ്ചികമായിട്ടുള്ളൊരു ബന്ധമല്ല. നിങ്ങളുടെ ഉള്ളിലെ ചില കുറവുകളോ അല്ലെങ്കിൽ നിങ്ങൾ പരിഹരിക്കാത്ത പഴയ മുറിവുകളോ ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രതിഫലിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു വ്യക്തിയെ മാറ്റാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഈ ബന്ധം നിങ്ങളെ എന്ത് പഠിപ്പിക്കുന്നു എന്ന് നോക്കുന്നതായിരിക്കും ബെറ്റർ. ആ പാഠം പഠിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ വീൽ ഓഫ് ഫോർച്യൂൺ വീണ്ടും തിരിയും, നിങ്ങൾക്ക് ആ സമാധാനം ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും തിരിച്ച് റീയൂണിയൻ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ, ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു പരീക്ഷണ ഘട്ടത്തിൽ നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ട തീരുമാനങ്ങൾ, അതിരുകൾ നിശ്ചയിക്കുക, ഭൂതകാലം ഉപേക്ഷിക്കുക, സ്വയം സ്നേഹിക്കുക, സെൽഫ് ലവ്, പുതിയൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുക. കാരണം എവിടെയാണോ നിങ്ങൾ നോ പറയേണ്ടത് അവിടെ നോ പറയാൻ തീരുമാനിക്കുക. ഭൂതകാലത്തിന് ഉപേക്ഷിക്കാൻ പറയുന്നത് പണ്ട് ഇങ്ങനെയായിരുന്നു എന്ന ചിന്ത ഒഴിവാക്കിയിട്ട് ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതാണ് ബെറ്റർ. സ്വയം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഏസ് ഓഫ് കപ്പ് നിങ്ങളുടെ കയ്യിലുള്ള കപ്പാണ്. അത് മറ്റൊരാൾക്ക് നൽകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. 4 ഓഫ് കപ്പ് ആണെങ്കിലും സഹായം നിങ്ങളുടെ മുന്നിലുണ്ട്, അത് സ്വീകരിക്കാൻ തയ്യാറാവുക എന്താണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. കാരണം സംസാരിക്കുമ്പോൾ ദേഷ്യത്തിന് പകരം വ്യക്തത വരുത്തുക, കേൾക്കാൻ തയ്യാറാവുക എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾ ചിതറിപ്പോകാതിരിക്കാൻ വേണ്ടി മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നുണ്ട്. സാഹചര്യങ്ങൾ മാറ്റാൻ കഴിയാത്തപ്പോൾ അവയെ അംഗീകരിക്കുക, എന്താണ് റിയാലിറ്റി എന്നുള്ളത് അംഗീകരിക്കുക. അംഗീകരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ മുന്നിൽ മാറ്റത്തിനുള്ളൊരു വഴി തെളിയുകയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഇപ്പം നിങ്ങൾ ആരെ ചിന്തിച്ചിട്ടാണോ ഈ വീഡിയോ കാണുന്നത്, ഈ ഒരു ബന്ധം ഇപ്പോൾ ഒരു പരീക്ഷണ ഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പക്വതയോടും സ്നേഹത്തോടും കൂടി ഇതിനെ സമീപിച്ചാൽ ഒരു പുതിയ തുടക്കം സാധ്യമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ മാറ്റത്തിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഈ ചക്രം വീണ്ടും വീണ്ടും നിങ്ങളെ ആ സെയിം പ്രശ്നങ്ങളിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. അതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. അതാണ് ഈ ഓൺ ആൻഡ് ഓഫ് പോലെ വരുന്നത്, ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ 6 ഓഫ് സോർട്സ് നേരെ ആയിരുന്നെങ്കിൽ കാരണം നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് നീന്തി കയറി ഒരു സമാധാനത്തിൽ ഇരിക്കുകയായിരുന്നു. പക്ഷെ ഇത് റിവേഴ്സ് ആണ്. നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ആ പഴയ കുപ്പിയിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ, അവസരങ്ങൾ കാണാതെ പോവാണ്. കാരണം നിങ്ങൾക്ക് മുമ്പിൽ പുതിയ വഴികൾ തുറക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആ പഴയ നിരാശയിലെ ആ എംബറർ റിവേഴ്സറായിട്ട് തരുന്ന മുറിവുകൾ, അതിലേക്കാണ് ശ്രദ്ധ കൂടുതൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പുതിയ വഴികൾ നിങ്ങൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്.
ഇത് ഒരു എന്താ പറയുക, ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടുള്ളൊരു വാശിയായിരിക്കാം. ഇത് പങ്കാളിയിലോ അല്ലെങ്കിൽ നിങ്ങളിലോ ഉണ്ടാകാം. സ്നേഹത്തിന് പകരം ഞാൻ പറയുന്നതാണ് ശരി എന്നൊരു വാശി ഈ ഒരു ബന്ധത്തിന്റെ സുതാര്യത നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനോ അല്ലെങ്കിൽ ബന്ധത്തിലൊരു മാറ്റം കൊണ്ടുവരാനോ അതിനെ ഉൾക്കൊള്ളാനോ ഉള്ളൊരു പേടി, ആ ഒരു പേടിയാണ് നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ തളച്ചിടുന്നത്. ഇത് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിലോ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിന്റെ തുടക്കത്തിലോ പൂർത്തിയാകാത്ത ചില വൈകാരികമായിട്ടുള്ള കടങ്ങള്, ഇമോഷണൽ ആയിട്ടുള്ള ഡെപ്സ് അത് തീർക്കാനുണ്ടാകും. അതുകൊണ്ടായിരിക്കാം. കാരണം നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കും എന്നാണ് പറയുന്നത് ഈ ഒരു ബന്ധം. അതിന് സന്തോഷം നിലനിൽക്കണമെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു കർമ്മേര ഐബിയിലോ ഫോർച്യൂൺ ഉണ്ടല്ലോ, ഇതിനെ നിങ്ങൾ രണ്ടുപേരും ഭേദിക്കണം. ഒരാൾ ഭേദിച്ചാൽ മാത്രം പോരാ, രണ്ടുപേരും ഇതിനെ കടന്നു വരണം. ഇതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം, ഒന്നിനെയും അമിതമായിട്ട് മുറുകെ പിടിക്കാതിരിക്കുക, സ്നേഹം നൽകുക, പക്ഷെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്നാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് ഭയമില്ലാതെ പറയാനാണ് പറയുന്നത്. വ്യക്തമായ ഒരു ആശയവിനിമയം, പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തുന്നത് ഒഴിവാക്കുക. ഓക്കെ, അതുപോലെ തന്നെ മാനസികാവസ്ഥ വേണ്ടത് മാറ്റങ്ങളെ സ്വാഗതം ചെയ്യുക. പഴയ കാര്യങ്ങൾ ഓർത്ത് സ്വയം ചിന്തിച്ചു കൂട്ടുന്നത് ഒഴിവാക്കുക. തീരുമാനം, ഈ ഒരു ബന്ധം നിങ്ങൾക്ക് സമാധാനം നൽകുന്നുണ്ടോ എന്ന് ആലോചിക്കുക. കാരണം പേടി കൊണ്ടാണോ, ആ ഒരു കാരണം കൊണ്ടാണോ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ തുടരുന്നത് എന്നും കൂടി നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നിങ്ങളുടെ ഉള്ളിലെ എന്താ പറയുക, ഒരു നിയന്ത്രണ സ്വഭാവം അല്ലെങ്കിൽ ഒരു കർക്കശമായിട്ടുള്ള നിലപാട് മാറ്റണം എന്നാണ് പറയുന്നത്. ഈ ബന്ധത്തിൽ ഭാവി ഉണ്ടോ എന്നത് നിങ്ങളുടെ ഇത്തരം എത്രത്തോളം വിട്ടുവീഴ്ചകൾക്ക് നിങ്ങൾ തയ്യാറാവുന്നോ അതിനെ ആശ്രയിച്ചായിരിക്കും ഇരിക്കുന്നത്. ഇപ്പൊ ഇതിനൊരു പരിഹാരം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബന്ധത്തിലെ എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും ഒരു പേപ്പറിൽ എഴുതുക, എന്നിട്ട് അത് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ ഒഴുക്കുള്ള വെള്ളത്തിൽ ഇടുകയോ ചെയ്യുക. അപ്പൊ ഈ 6 ഓഫ് സോർട്സിന്റെ റിവേഴ്സ് ഊർജം മാറ്റാൻ വേണ്ടി ഇത് സഹായിക്കും എന്നാണ് പറയാം. മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട് ഒരു പുതിയ ഏസ് ഓഫ് കപ്പിന്റെ എനർജിയിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം റെസണേറ്റ് ആവുക എന്ന് നോക്കാം. മെയിനായിട്ട് ഇതിലും മടിയാണ്. ഈ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്ത് കടന്നാൽ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന പേടി നിങ്ങളെ തളർത്തുന്നു. പഴയ വേദനകൾ സുരക്ഷിതമാണ് എന്ന് തോന്നി തുടങ്ങുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, നിങ്ങൾ ആ പെയിനായിട്ട് കംഫർട്ടബിൾ ആണ് എന്ന് പറയുന്ന പോലെ. കാരണം പ്രപഞ്ചം നിങ്ങളെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റാൻ പല വഴികളും കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഇപ്പോഴും എന്താ പറയുക, നിങ്ങളുടെ പഴയ പരാതികളിലും നിയന്ത്രണങ്ങളിലും അതിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരവസ്ഥ. കാരണം ഈ ബന്ധത്തിലെ പാളിച്ചകൾ കേവലം പുറമേ ഉള്ളതല്ല, അത് ആഴത്തിലുള്ളതാണ്. കാരണം പങ്കാളികളിൽ ഒരാളുടെ അമിതമായിട്ടുള്ള ഈഗോ ആയിരിക്കാം, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഈഗോ ഉണ്ടാകാം. സ്നേഹത്തിനേക്കാൾ ഉപരിയായിട്ട് അധികാരം, പോസസീവ്നെസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളെന്താ പറയുക, ഒരു പക്വതയില്ലാത്ത തീരുമാനത്തിലേക്ക്, വൈകാരികമായിട്ടുള്ള ഒരു ചൂഷണത്തിലായിട്ടൊക്കെ നയിക്കുകയാണ്. കാരണം ഇതിലൂടെ നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം തകർക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളെ ഒരു വിക്ടിമായി എന്നൊരു തോന്നലിലേക്ക് നിങ്ങൾ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം നിങ്ങളുടെ ഊർജം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ നിങ്ങൾ ഭയങ്കര ഡിഫെൻസീവ് ആവേണ്ട ആവശ്യമാണ്. ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ വളരുന്നില്ല. ഈ ചക്രം തിരിയണമെങ്കിൽ നിങ്ങൾ ആ പഴയ ഊർജത്തിനെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഓരോ തെറ്റുകൾ തന്നെ ആവർത്തിക്കുന്നത് നിങ്ങളുടെ കർമ്മഫലത്തിനെ കൂടുതൽ സങ്കീർണമാക്കുള്ളൂ കേട്ടോ. പിന്നെ ഇതിൽ സത്യസന്ധത പാലിക്കുക, ഒളിച്ചു കളികൾ അവസാനിപ്പിക്കുക, നിങ്ങളുടെ ഉള്ളിലെ പേടിയും സങ്കടവും എന്താണെങ്കിലും അത് കൃത്യമായി പ്രകടിപ്പിക്കുക എന്നാണ് പറയുന്നത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. പിന്നെ പങ്കാളി മാറും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിന് പകരം അവരിപ്പോൾ ഉള്ളതുപോലെ തന്നെ അവരെ അംഗീകരിക്കുക. ആ വ്യക്തിയെ അതേപടി നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് സ്വയം ചോദിക്കുക. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് മാറുക. ഓക്കെ, അതുപോലെ തന്നെ വൈകാരികമായിട്ട് അമിതമായിട്ട് ആശ്രയിക്കുന്നത് നിർത്താം. നിങ്ങളുടെ സന്തോഷം മറ്റൊരാളുടെ കയ്യിലല്ല എന്നാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഏസ് ഓഫ് കപ്പ് നിങ്ങളുടെ കയ്യിലാണുള്ളത്. ഓക്കെ, ഈ റീഡിങ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആരും രക്ഷിക്കാനൊന്നും വരില്ല. നിങ്ങൾ സ്വയം എഴുന്നേറ്റ് നടക്കാൻ തയ്യാറാവണം എന്നാണ്. പഴയ കാര്യങ്ങളെ മറക്കാൻ തയ്യാറാവണം. ഈ ഒരു ബന്ധം നിങ്ങൾക്ക് സമാധാനം തരുന്നില്ലെങ്കിൽ ദൂരേക്ക് മാറുന്നത് ഒരിക്കലും ഒരു പരാജയമല്ല, മറിച്ച് നിങ്ങളുടെ ഒരു ആത്മാവിനോടുള്ള ഒരു നീതി എന്ന് പറയാം. പിന്നെ കപ്സിന്റെ കാർഡുകൾ വന്നതുകൊണ്ട് ദിവസവും കൂടുതൽ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ കുടിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ നെഗറ്റീവ് ഊർജത്തിനെ കളയാൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. ആഴ്ചയിൽ കുറച്ച് സമയം മൗനമായിട്ട് ഇരിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങളുടെ ഉള്ളിലെ എന്താ പറയുക, എംബറർ റിവേഴ്സ് നൽകുന്ന ബഹളങ്ങളെ ശാന്തമാക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ഒരു ബന്ധം നിങ്ങൾക്ക് വേദന നൽകുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് പുറത്ത് കടന്നാലോ അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തിയാലോ ഉണ്ടാകുന്ന
അനിശ്ചിതാവസ്ഥ, അതിനെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ വേണ്ടി പല വഴികളും നിങ്ങളുടെ മുന്നിലോട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിപ്പിക്കാനുള്ള അവസ്ഥകൾ വരുന്നുണ്ട്, പക്ഷെ നിങ്ങളത് കാണുന്നില്ല. ഒരു വാശി കാര്യങ്ങൾ ഉണ്ടാകുക ഈ ഒരു ബന്ധത്തിൽ, അതിനെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. മിറർ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളാണ് ഇതിലെല്ലാം ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകേണ്ടത്. ഈ ബന്ധത്തിൽ പാളിച്ചകളുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ്. നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. നമ്മൾ നെഗറ്റീവും പറയും, പോസിറ്റീവും പറയും. ഇപ്പൊ നിങ്ങൾ കേട്ടത് ജനറൽ റീഡിംഗ് ആണ്. അതിൽ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയുന്നുണ്ട്. സന്തോഷിപ്പിക്കലല്ല ഉദ്ദേശം. ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകാം. ഒരിക്കലും നിങ്ങളുടെ എനർജി ആണെന്ന് പറഞ്ഞിരിക്കരുത്. നിങ്ങളുടെ വ്യക്തമായ ഒരു എനർജി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ റെസനേറ്റ് ആവുന്നത് അവിടെ പോയിട്ട് ഒരു റീഡിംഗ് എടുക്കുക. എൻ്റെ അടുത്ത് വരണമെന്നല്ല കേട്ടോ. നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണോ റെസനേറ്റ് ആവുന്നത് അവിടെ പോവാം. നെഗറ്റീവും പോസിറ്റീവും അറിയാം. റിവേഴ്സ് കാർഡും കൂടി അറിഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മുന്നോട്ടൊരു തീരുമാനം എടുത്ത് പോവാം. പിന്നെ ടാരറ്റ് കാണാതിരിക്കുക എന്നേ പറയാനുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാം ഒരു ഗൈഡൻസിനാണെങ്കിൽ. ഇനിയിപ്പോൾ അതിനൊന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇത് എടുക്കുകയാണെങ്കിൽ ഇതിലെ പോസിറ്റീവ് മാത്രം എടുക്കാം. നെഗറ്റീവിന് എടുക്കാൻ നിൽക്കണ്ട, വിഷമിക്കണ്ട. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ബ്രേസ്ലെറ്റുകൾ, ഇതേപോലെ തന്നെ കല്ലുകൾ, ടെമ്പിൾ സ്റ്റോൺസ് എല്ലാം അവൈലബിൾ ആണ്. അത് പലതരം കാര്യങ്ങൾക്കാണ്. വണ്ണം വയ്ക്കാൻ, വണ്ണം കുറയ്ക്കാൻ, ഇതേപോലെ തന്നെ പ്രണയം ആകർഷിക്കാൻ, പണം ആകർഷിക്കാൻ, കോൺഫിഡൻസിന് വേണ്ടിയിട്ട്, PCOD പ്രോബ്ലംസ്, അങ്ങനെ ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് കാര്യം. ഓക്കെ. പകുതി നമ്മുടെ ഇത് പ്രവൃത്തിയും കൂടിയാണ്. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം അത്തരം കാര്യങ്ങൾ കോൺടാക്ട് ചെയ്യുക. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ.